ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കോളിഫ്ലവറിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. ഇത് കോളിഫ്ലവർ ചില്ലി എന്നൊന്നും പറയാൻ പറ്റില്ല, നല്ല ക്രഞ്ചി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പക്കുവടയ്ക്കും അതുപോലെ ബജ്ജിക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബാറ്ററാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഇത് കഴിക്കാനായിട്ട്, നല്ല ക്രഞ്ചി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് പെട്ടെന്ന് തന്നെ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബാറ്ററിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് കടലപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ 1.5 കപ്പ് കടലമാവാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/2 ടീസ്പൂണ് തൊട്ട് 3/4 ടീസ്പൂൺ വരെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എരിവിന് വേണ്ടിയിട്ട് തന്നെ നല്ലൊരു ഫ്ലേവറും കൂടെയാണ് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പെരുങ്കായത്തിൻ്റെ പൗഡറും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് സാധാരണ എന്താ പറയുക, പക്കവടയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നൊരു ബേസാണ്. ബാറ്ററിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്നൊരു ബേസാണ്. നല്ലൊരു ഫ്ലേവറാണ്. ബജ്ജിക്കൊക്കെ ഇത് പെർഫെക്റ്റ് ആണ് കേട്ടോ. നമുക്ക് ഈ ഒരു ബാറ്ററി വെച്ചിട്ട് തന്നെ ബജ്ജിയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് ആവശ്യാനുസരണം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒരുപാട് തിക്കായിട്ടൊന്നുമല്ല. പിന്നെ നമ്മൾ ഈ ഒരു ബാറ്റർ റെഡിയാക്കി കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മറന്നുപോയത്. നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ അളവിന് കോൺഫ്ലവറും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാറ്റർ മിക്സ് ചെയ്തതിന് ശേഷമാണ് ഓർമ്മ വന്നത്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയതാണ് കേട്ടോ. പിന്നെ നമ്മളിത് ഇവിടെ കുറച്ച് കോളിഫ്ലവറൊക്കെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് കുറച്ച് സമയം ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഈ ഒരു തിക്നെസ്സിലാണ്, കണ്ടില്ലേ, ലൂസായിട്ട് തന്നെയാണ്. അപ്പോൾ നല്ല തിക്ക് ആവശ്യമില്ല, ചെറിയൊരു കോട്ടിങ് മാത്രമാണ് നമുക്ക് ഈ ഒരു കോളിഫ്ലവറിന് കിട്ടേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്ററിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവറൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബാറ്റർ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മൾക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങണം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ബാറ്ററിലൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഓയിലൊക്കെ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഒരു കോളിഫ്ലവർ ഇതുപോലെ ഓരോന്നായിട്ട് പെറുക്കി ചൂടായ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ കോളിഫ്ലവറൊക്കെ ഒരു സൈഡൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ട് എന്താ പറയുക, നമ്മൾ സാധാരണ ബജ്ജിയും പക്കോടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇതിനൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ കോളിഫ്ലവർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കേട്ടോ. പിന്നെ മാത്രമല്ല, നമ്മൾ കോൺഫ്ലവർ ഇതിൽ ചേർത്തത് കൊണ്ട് നല്ല ക്രഞ്ചിയാണ് കേട്ടോ. ഇത് കഴിക്കുമ്പോൾ എന്താ പറയുക, നല്ലൊരു ക്രഞ്ചി ആയിട്ട്, നല്ല ഉള്ളിലാണെങ്കിൽ സോഫ്റ്റും പുറമേ നല്ല ക്രഞ്ചിയാണ്. വളരെ ചെറിയൊരു കോട്ടിങ് മാത്രമാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ കോളിഫ്ലവറൊക്കെ മേടിക്കുകയാണെങ്കിൽ ഇതുപോലെ തീർച്ചയായും ചെയ്ത് നോക്കുക. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല. ഇത് എന്താ പറയുക, കോളിഫ്ലവർ ചില്ലി അല്ല കേട്ടോ. ഇത് നമ്മൾ സാധാരണ ബജ്ജിക്കും അതുപോലെ പക്കോടയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ബാറ്റർ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ കോളിഫ്ലവർ ഒരു ഭാഗം നമ്മൾ കുറച്ച് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് കൂടെ നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവറൊക്കെ ഓരോന്നായിട്ട് വിടർത്തി എടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഒരു ലുക്കാണ്. നമ്മുടെ ചിക്കൻ ലോലിപോപ്പ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ എന്തായാലും ഞാനൊരു പീസ് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്